ഇലക്ട്രൽ ബോണ്ട് കേസിൽ SBIക്കെതിരെ വടിയെടുത്ത് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് ബോണ്ട് സംബന്ധിച്ച കേസിൽ SBIക്ക് സുപ്രീം കോടതിയുടെ വിമർശനം. തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ വിവരങ്ങൾ എത്രയും വേഗം SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്നും മാർച്ച് 15-നകം കമ്മീഷൻ ഇത് പരസ്യപ്പെടുത്തണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ബോണ്ടുകളുടെ വിവരങ്ങൾ നൽകാൻ ജൂൺ 30 വരെ സമയം തേടി SBI നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചിട്ട് 3 ആഴ്ച പിന്നിട്ടിട്ടും വിധി നടപ്പാക്കുന്നതിന് എന്ത് നടപടിയാണ് SBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് സുപ്രീം കോടതി ചോദിച്ചു. തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും SBIയുടെ മുംബൈ ബ്രാഞ്ചിലുണ്ടെന്നും അത് പരസ്യപ്പെടുത്തണമെന്നാണ് നിർദ്ദേശിച്ചിരുന്നതെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയവരുടെയും പണം ലഭിച്ച പാർട്ടികളുടെയും വിവരങ്ങൾ സംയോജിപ്പിച്ച് കൈമാറുന്നതിന് കൂടുതൽ സമയം ആവശ്യമാണെന്ന് SBI കോടതിയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയത് ആരൊക്കെ, എന്നു വാങ്ങിയെന്ന് ഉടൻ പറയാമെന്നും ഏതൊക്കെ പാർട്ടിക്ക് പണം കിട്ടിയെന്ന് പറയാൻ കൂടുതൽ സമയം വേണമെന്നും SBI കോടതിയെ അറിയിച്ചു. എന്നാൽ ഇത് കോടതി അംഗീകരിച്ചില്ല. സാങ്കേതികത്വം പറഞ്ഞ് വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാൻ കഴിയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മാർച്ച് 6-നകം SBI വിവരങ്ങൾ നൽകണമെന്നും 13-നകം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നുമാണ് ബോണ്ട് പദ്ധതി റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്. SBIക്കെതിരെ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് സമർപ്പിച്ച കോടതി അലക്ഷ്യ ഹർജിയും സുപ്രീം കോടതി പരിഗണിച്ചു. സമയം നീട്ടി നൽകണമെന്ന SBIയുടെ ഹർജി BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെ സഹായിക്കാനാണെന്നാരോപിച്ച് പ്രതിപക്ഷ കക്ഷികൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് സുപ്രീം കോടതിയുടെ വിധി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.